തന്നിൽ നായക, എന്നും നീ തന്നെ എന്നെ കാവൽ ചെയ്യുന്നവൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ സമയം പ്രഭാതവന്ദനം ഏവർക്കും നേരുന്നു. ഈ ഒരു പ്രഭാത ധ്യാനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഏവർക്കും ക്രിസ്തേശുവിൽ ഉള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് നമുക്ക് ചിന്തിക്കുവാനുള്ളത് സ്വർഗത്തിലെ ഒരു തുറന്ന വാതിൽ എന്ന ഒരു ഭാഗത്തെ ആസ്പദമാക്കിയാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. ആധാരവാക്യമായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാൻ ഉള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. ഈ ഒരു വാക്യം ആധാരവാക്യമായിട്ട് നമ്മോട് പറയുന്നത് ഒരു തുറന്നിരിക്കുന്നതായ ഒരു വാതിലിനെ കുറിച്ചാണ്. തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ്. വെളിപ്പാടുകാരൻ യോഹന്നാൻ പത്മോസ് ദ്വീപിന്റെ ഏകാന്തതയിലായിരിക്കുന്നതായ സമയത്ത് ദൈവത്തിന്റെ ഹിതത്താൽ ദൈവം കാണിച്ചു കൊടുക്കുന്നതായ ചില സംഭവങ്ങൾക്ക് മുൻപായി ഇവിടെ നമ്മോട് പറയുന്നു, ഈ ലോകത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് യോഹന്നാന് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി ഒരു വാതിൽ തുറന്നു കൊടുക്കുകയാണ്. ഈ വാതിൽ എന്ന് പറയുന്നത് ഒരു രക്ഷയുടെ വാതിലാണ്. ഈ വാതിൽ എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നു. ഇവിടെ നമ്മോട് പറയുന്നത് ഇങ്ങനെയാണ്, ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. വെളിപ്പാടുകാരൻ യോഹന്നാന്റെ മുൻപാകെ ഒരു വിശ്വസ്തതയുടെ വാതിൽ തുറന്നുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഈ ലോകത്തിന് സംഭവിക്കാൻ എന്തൊക്കെ സംഭവിക്കുമെന്ന് ഈ വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം നമ്മോട് ഇങ്ങനെ പറയുന്നു, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും, അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. ഇവിടെ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു എന്ന വാതിലിൽ കൂടി കടക്കുന്നവർ ഓരോരുത്തരും ഓരോ അത്യാഹിതങ്ങളെയും ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളെയും ഓരോ വിഷമങ്ങളെയും അതിജീവിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഈ കാലഘട്ടത്തിൽ സ്വർഗത്തിലെ തുറന്ന വാതിലിലേക്ക് പ്രവേശിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അടിയങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന പൊന്നു ദൈവമേ, പൊന്നുനാമത്തിനെ നന്ദിയെ പ്രകാശിപ്പിക്കുന്നു. ഇന്ന് ഈ സമയം അങ്ങയുടെ സന്നിധിയിൽ സമാധാനത്തോടും സന്തോഷത്തോടും കൂടായിരുന്ന ദൈവമേ, അങ്ങ് തുറന്നു നൽകിയിരിക്കുന്നതായ വാതിലിൽ കൂടി അകത്തേക്ക് പ്രവേശിച്ച് അങ്ങയുടെ അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ അങ്ങ് സഹായിക്കണമേ. എല്ലാം യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.